വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് 6ാം ദിനത്തിലും സംസ്ഥാനത്ത് ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. എടിഎമ്മുകളിൽ പണമില്ലാത്തതാണ് പ്രധാനമായും ജനങ്ങളെ വലച്ചത്. പുതിയ 500 രൂപയുടെ നോട്ടുകൾ ബാങ്കുകളിൽ എത്താത്തതും പ്രതിസന്ധി വർദ്ധിക്കാൻ ഇടയാക്കി. അസാധുവാക്കിയ നോട്ടുകൾ ഇന്നുകൂടി ട്രഷറിയിൽ സ്വീകരിച്ചു. നോട്ട് പ്രതിസന്ധി മൂലമുണ്ടായ അനിശ്ചിതാവസ്ഥ സംസ്ഥാനത്തും വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത്. അതാണ് 6ാം ദിനത്തിലും ജനങ്ങളുടെ നെട്ടോട്ടം വ്യക്തമാക്കുന്നത്. പതിവ് പോലെ ബാങ്കുകൾക്കും എടിഎമ്മുകൾക്കും മുന്നിൽ രാവിലെ മുതൽ തന്നെ ക്യൂ ആരംഭിച്ചിരുന്നു. എന്നാൽ എടിഎമ്മുകളിൽ ഭൂരിഭാഗവും പണമില്ലാത്ത അവസ്ഥയിലായിരുന്നു. രാവിലെ മുതൽ പല എടിഎമ്മുകളിലായി ഓടുന്നവരെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കാണാനാവുക. ഫീസടയ്ക്കാൻ പണത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ മുതൽ ആശുപത്രികളിൽ ബില്ലടയ്ക്കാൻ വേണ്ടി പണത്തിനായി എത്തിയവർ വരെ. ഇതിപ്പോ 4ാമത്തെ എടിഎമ്മാ. ഇന്നലെയും വന്നു. 2-3 ദിവസമായിട്ട് ക്യാഷ് എടുക്കാൻ വേണ്ടി വരുന്ന, ഇതുവരെ കിട്ടിയിട്ടില്ല. കോളേജിൽ ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് പുറത്താക്കും. ഇതുവരെ ക്യാഷ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ കുറേ നേരം ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. 10 മണിക്കെത്തി. ഞാൻ ഇന്ന് ലീവ് എടുത്താണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടുപണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് പൈസയ്ക്ക് അത്യാവശ്യം വന്നു. അതുകൊണ്ട് ബാങ്കുകളിലാകട്ടെ 500 രൂപയുടെ പുതിയ നോട്ട് എത്താത്തതും പ്രതിസന്ധി വർദ്ധിക്കാനിടയാക്കി. 500 രൂപയുടെ പുതിയ നോട്ടുകൾ നാളെയോടുകൂടി മാത്രമേ ബാങ്കുകളിൽ എത്തൂവെന്നാണ് ഇപ്പോൾ RBI അറിയിച്ചിട്ടുള്ളത്. സ്വകാര്യ ബാങ്കുകളിൽ അവിടുത്തെ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പഴയ നോട്ടുകൾ മാറി നൽകാത്തത് ജനങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കി. എന്നാൽ പെട്രോൾ പമ്പുകൾ, സർക്കാർ ആശുപത്രികൾ, റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, ശ്മശാനം, സർക്കാർ ഫാർമസികൾ എന്നിവിടങ്ങളിൽ പഴയ നോട്ടുകൾ സ്വീകരിക്കുന്നത് 24-ാം തീയതി വരെ നീട്ടിയത് ജനങ്ങൾക്ക് തെല്ലൊരാശ്വാസമായി. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവരിൽ നിന്നും അസാധുവാക്കിയ നോട്ടുകൾ ട്രഷറിയിൽ ഇന്നുകൂടി സ്വീകരിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കറൻസി പ്രതിസന്ധി സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. ഉന്നയിച്ച പ്രശ്നങ്ങളിൽ തീരുമാനമായില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല തീർത്ഥാടന പാതയിൽ പ്രത്യേക ബാങ്ക് കൗണ്ടറുകൾ തുറക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ശബരിമല സീസൺ ആരംഭിക്കുകയാണ് 16-ാം തീയതി തൊട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രയാസങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അത് പരിഹരിക്കാൻ തീർത്ഥാടകരെ സൗകര്യം പരിഗണിച്ചുകൊണ്ട് ബാങ്ക് കൗണ്ടറുകൾ ആരംഭിക്കുന്ന കാര്യം, കൂടുതൽ കൗണ്ടറുകൾ ആരംഭിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ജനങ്ങളെ ബാധിച്ചിട്ടുള്ള പൊതുവായ പ്രശ്നം അതീവ ഗൗരവമായിട്ടുള്ളത് തന്നെയാണ്. അതിന് പെട്ടെന്നൊരു കുറച്ച് ദിവസം കൊണ്ട് മാത്രം പരിഹാരമാകുമെന്ന ഒരു പ്രതീക്ഷ ഈ ചർച്ചയുടെ ഭാഗമായും ഉണ്ടായിട്ടില്ല. ഡിസംബർ 30 വരെ അവശ്യ സേവനങ്ങൾക്ക് പഴയ നോട്ട് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് CPIM. കള്ളപ്പണം പുറത്തു കൊണ്ടുവരുവാൻ ആത്മാർത്ഥ നടപടികളില്ലെന്ന് സീതാറാം യെച്ചൂരി അഭിപ്രായപ്പെട്ടു. സംഘടനാ വിഷയങ്ങൾ പരിശോധിച്ച PB കമ്മീഷൻ റിപ്പോർട്ട് നാളെ PB പരിഗണിക്കുമെന്നും യെച്ചൂരി ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. Immediately accept the old currencies till you make your alternative arrangements in your ATMs and your banks. Till your deadline is there, let for public utilities and all the white transactions, let these be accepted and provide relief to the people. If 10 months of preparations have gone by, we don't understand why alternative arrangements are not in place. Why have the ATMs not been reconfigured in these 10 months? Why were the 500 and the new 2000 rupee notes not printed in these 10 months and kept ready when you announced this? കറൻസി നിരോധനം ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 17-ന് CPIM സംസ്ഥാന റിസർവ് ബാങ്ക് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. ബദൽ സംവിധാനം പൂർത്തീകരിക്കും വരെ പഴയ നോട്ടുകൾ തുടരണമെന്ന് CPIM ആവശ്യപ്പെട്ടു. കള്ളപ്പണം തടയുന്നതിന് ആരും എതിരല്ലെന്നും എന്നാൽ കള്ളപ്പണം തടയാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളോട് യോജിക്കാനാവില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. നോട്ട് പ്രതിസന്ധി പരിഹരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ നൽകുമെന്ന് രമേശ് ചെന്നിത്തല. ഈ മാസം 17-ന് കരിദിനം ആചരിക്കുമെന്നും ചെന്നിത്തല അറിയിച്ചു. അതേസമയം നോട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രതിനിധി സംഘം RBI റീജിയണൽ ഡയറക്ടർക്ക് നിവേദനം നൽകി. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നീക്കങ്ങളോടും നടപടികളോട് സഹകരിക്കാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ മാസം 17-ാം തീയതി UDF സംസ്ഥാനത്ത് കരിദിനം ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ATM പുനഃക്രമീകരണത്തിന് ദൌത്യസംഘം രൂപീകരിച്ചു. കറണ്ട് അക്കൗണ്ടുകളിൽ ഇടപാട് നടത്തുന്നതിനുള്ള പരിധി 50,000 ധനകാര്യ സെക്രട്ടറി അറിയിച്ചു. പുതിയ 2000-ന്റെ നോട്ടുകൾ നാളെ മുതൽ ATMകളിൽ ലഭിക്കുമെന്നും മൈക്രോ ATMകൾ തുറക്കുമെന്നും ധനകാര്യ സെക്രട്ടറി ശശികാന്ത് ദാസ് പറഞ്ഞു.
കറൻസി പ്രതിസന്ധിയും പ്രതിഷേധവും രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ATM-ൽ നിന്നും ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമാക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ധനകാര്യ സെക്രട്ടറി അറിയിച്ചു. ആവശ്യത്തിനുള്ള പണം റിസർവ് ബാങ്കിന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞ ധനകാര്യ സെക്രട്ടറി പ്രശ്നം പരിഹരിക്കാൻ മൈക്രോ ATM-കൾ തുറക്കുമെന്നും 2000 രൂപയുടെ നോട്ടുകൾ നാളെ മുതൽ ATM-കളിലൂടെ ലഭിക്കുമെന്നും അറിയിച്ചു. The focus of the government is to activate all the channels whereby cash is given. Cash is dispensed to the members of the public. Large number of micro ATMs would be deployed throughout the country, and these micro ATMs will give cash. ജില്ലാ സഹകരണ ബാങ്കുകൾ വഴിയും നോട്ടുകൾ മാറ്റാൻ കഴിയുമെന്ന സർക്കാർ തീരുമാനം കേരളത്തിന് ആശ്വാസമായേക്കും. ATM സോഫ്റ്റ്വെയർ അടക്കമുള്ളവ ശരിയാക്കാൻ പ്രത്യേക ദൗത്യ സംഘത്തെയും സർക്കാർ നിയമിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാനും പണം മാറ്റി നൽകാനുമുള്ള ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നൽകിയ അധികാരം റിസർവ് ബാങ്ക് പിൻവലിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് റിസർവ് ബാങ്ക് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം അധികാരം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചു. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, വിവരങ്ങൾ. അഞ്ജു, സഹകരണ ബാങ്കുകൾക്ക് നോട്ട് മാറ്റത്തിനുള്ള അനുമതിയാണ് നിലവിൽ ഇപ്പോൾ റദ്ദായിരിക്കുന്നത്. പഴയ നോട്ടുകൾ നിക്ഷേപമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു അവകാശമാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പൂർണ്ണമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തള്ളിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി സമീപിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വലിയ തിരിച്ചടിയായി ഇത്തരത്തിലൊരു തീരുമാനം വന്നിരിക്കുന്നത്. ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നും ഒരാഴ്ചയിൽ 24,000 രൂപ മാത്രമേ പിൻവലിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് പുതിയതായി വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഇളവ് ലഭിക്കുക ഈ മാസം 24 വരെ മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ RBIയുടെ പുതിയ ഉത്തരവിൽ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റിസർവ് ബാങ്കിന്റെ റീജിയണൽ മാനേജർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയക്കുകയും അടിയന്തര യോഗം ചേർന്നുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി ഈ ഉത്തരവ് പിൻവലിച്ച് നോട്ട് കൈമാറ്റത്തിനുള്ള അനുമതി പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിലിപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. അഞ്ജു, ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. രൂപ നോട്ടുകൾ മാറ്റി നൽകാൻ ബാങ്കുകളെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സഹകരണ സംഘങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിയ റിസർവ് ബാങ്ക് നടപടി വിവേചനപരമെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിക്ഷേപകർക്ക് പണം നൽകാനാവാത്തതിനാൽ ബാങ്കുകളും നിക്ഷേപകരും പ്രതിസന്ധിയിലാണെന്നും ഹർജിയിലുണ്ട്. കല്ലേറ്റുങ്കര സർവീസ് സഹകരണ ബാങ്കാണ് ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. റിസർവ് ബാങ്കിന്റെ നടപടി വിവേചനപരമെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബാങ്കിംഗ് റെഗുലേഷൻ നിയമമനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ. ദേശസൽകൃത ബാങ്കുകളിൽ ഉള്ളതിനേക്കാൾ നിക്ഷേപം കേരളത്തിലെ സഹകരണ ബാങ്കുകളിലുണ്ട്. ഈ പണം നിക്ഷേപകർക്ക് മടക്കി നൽകാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുന്നില്ല. ബഹുഭൂരിപക്ഷം സഹകരണ ബാങ്കുകൾക്കും ATM ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ സൗകര്യമില്ല. പണമെടുക്കാൻ കഴിയാതെ നിക്ഷേപകർ പ്രതിസന്ധിയിലാണ്. 500-1000 രൂപ നോട്ടുകൾ മാറ്റി നൽകാനുള്ള അധികാരം സഹകരണ ബാങ്കുകൾക്ക് കൂടി നൽകണമെന്നാവശ്യപ്പെട്ട് റിസർവ് ബാങ്കിനെ സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്കിന് നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് പ്രതിസന്ധിയിൽ ആവശ്യക്കാർക്ക് ആശ്വാസമായി സഹകരണ ബാങ്ക് ATMകൾ. കാലിയായ മറ്റ് ബാങ്കുകളുടെ ATMകൾ ജനത്തെ വലയ്ക്കുമ്പോൾ അവർക്ക് അല്പമെങ്കിലും സഹായകരമാവുന്നത് സഹകരണ ബാങ്കുകൾ സ്ഥാപിച്ച ATMകളാണ്. ATMകൾ കാലിയാകുമ്പോൾ തന്നെ പണം നിറയ്ക്കുന്നതിനാൽ സഹകരണ ബാങ്ക് ATMകളെ ആശ്രയിക്കുന്ന ആർക്കും വെറും കൈയോടെ മടങ്ങേണ്ടി വരില്ല. ഇത് എറണാകുളം ജില്ലാ സഹകരണ ബാങ്കിന്റെ ബ്രോഡ്വേയിലെ ATM. ഇവിടെ ഏത് സമയത്ത് ഏത് ബാങ്കിന്റെ ATM കാർഡുമായി എത്തിയാലും പണം ലഭിക്കും. ജില്ലാ സഹകരണ ബാങ്കിന്റെ 37 ATMകളിലും ഇത് തന്നെയാണ് സ്ഥിതി. പല ബാങ്കുകളും ഞാൻ കയറി ഇറങ്ങി വന്നിട്ടാണ്, എങ്ങും പണമില്ല. ഈ ഒരു ATM മാത്രമേ ഇപ്പം ഇവിടെ പണം കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും വളരെയധികമായ ക്യൂ നിൽക്കുമ്പോൾ ഒട്ടും തിരക്കില്ല. പെട്ടെന്ന് തന്നെ 100 റുപ്പീസിന്റെ ചേഞ്ച് കിട്ടുകയും ചെയ്തു. ദേശസൽകൃത ബാങ്കുകളുടെ ATMകളിലെത്തി നിരാശരായി മടങ്ങുന്നവർക്ക് ഒരാശ്രയമായി മാറുകയാണ് സഹകരണ സംഘത്തിന്റെ ATMകൾ. പണം തീരുന്ന മുറയ്ക്ക് മെഷീനിൽ അധികൃതർ പണം നിറയ്ക്കുന്നു. എപ്പോഴും ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ അതിനകത്ത് കുറവ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഈ ബ്രാഞ്ചിൽ ഇല്ലെങ്കിൽ തന്നെ മറ്റു ബാങ്കുകളിൽ 100 റുപ്പീസ് കളക്ട് ചെയ്ത് ഫില്ല് അപ്പോൾ തന്നെ ചെയ്യും. സംസ്ഥാനത്തെ മറ്റ് സഹകരണ സംഘങ്ങളുടെ ATMകളും ഈ പ്രതിസന്ധിക്കിടയിൽ സാധാരണക്കാരന് തണലാവുകയാണ്. കറൻസി ക്ഷാമം മൂലം ദുരിതമനുഭവിക്കുന്ന ജനത്തിന് തങ്ങളാലാവും വിധം സഹായമൊരുക്കുകയാണ് എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക്.
കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ കുഴിച്ചുമൂടാൻ കൊട്ടേഷൻ എടുത്തവർക്ക് മുന്നിൽ ഞങ്ങൾ ഈ കാഴ്ച സമർപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മനോജ് ചങ്ങനാശ്ശേരിക്കൊപ്പം സാലി മുഹമ്മദ്. കേന്ദ്ര സർക്കാർ 500,000 നോട്ടുകൾ പിൻവലിച്ചതോടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ വരെ മുടങ്ങുന്ന സ്ഥിതിവിശേഷമുള്ളതായി പെൺകുട്ടികളുടെ മാതാപിതാക്കൾ. വിവാഹ ആവശ്യങ്ങൾക്കായി പണം ബാങ്കിൽ നിക്ഷേപിച്ചവർക്കാണ് ഈ ദുർഗതി. വിവാഹ ദിവസം അടുത്തതോടെ പണമില്ലാതായ മാതാപിതാക്കൾ ആത്മഹത്യയുടെ വക്കിലാണ്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ 500,000 നോട്ടുകൾ പിൻവലിച്ചതോടെ നൂറുകണക്കിന് വരുന്ന കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. സ്വന്തമായി സമ്പാദിച്ചതും കിടപ്പാടം വിറ്റുമൊക്കെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നവരാണ് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നടപടി മൂലം ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നത്. വിവാഹം നിശ്ചയിച്ച ശേഷമാണ് നോട്ടുകൾ നിർത്തലാക്കിയ വാർത്തകൾ പുറത്തുവരുന്നത്. ഇതേ തുടർന്ന് ബ്രാഞ്ച് മാനേജരെ സമീപിച്ചുവെങ്കിലും നിയമപ്രകാരമുള്ള പണമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് മാനേജറുടെ അഭിപ്രായമെന്ന് മാതാപിതാക്കൾ പറയുന്നു. സന്തോഷ് കുമാർ പുന്നപ്ര. ഈ മാസം 27 ഞായറാഴ്ച എൻ്റെ മകളുടെ വിവാഹമാണ്. വിവാഹ ആവശ്യത്തിന് വേണ്ടി എൻ്റെ കിടപ്പാടത്തിൻ്റെ 10 സെൻറ്റ് ഞാൻ വിറ്റിട്ടുണ്ട്. കിടപ്പാടത്തിനോട് ചേർന്ന് 10 സെൻറ്റ്. ആ വാങ്ങിയ ആൾക്ക് എനിക്ക് പണം തരുവാനുള്ള സൗകര്യം ഇപ്പോഴില്ല. എനിക്ക് എൻ്റെ നിക്ഷേപമായിട്ടൊരു 5 ലക്ഷം രൂപയോളം 2 ബാങ്കുകളായിട്ട് കിടപ്പുണ്ട്. അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കഷ്ടപ്പെടുകയാണ്. ഈ മോളുടെ വിവാഹത്തിന് എങ്ങനെ ഇത് നടത്തി കൊടുക്കും, അല്ലെ ഞായറാഴ്ച എങ്ങനെ നടത്തി എല്ലാവരും ക്ഷണിച്ചതാണ് നടത്തി കൊടുക്കുന്നത് ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ സൂക്ഷിച്ച പണവും മറ്റും ലഭിക്കാത്തത് മൂലം സ്വർണവും വസ്ത്രവും അടക്കം പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനുള്ള യാതൊരുവിധ സാധനങ്ങളും എടുക്കാൻ കഴിയുന്നില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. അടുത്ത ആഴ്ച മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്ന ആശങ്കയിലാണ് മാതാപിതാക്കൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വിശ്വാസികൾ നേരിടുന്ന ചില്ലറ ക്ഷാമത്തിന് പരിഹാരമായി നേർച്ചപ്പെട്ടികൾ തുറന്നിട്ട ഒരു പള്ളി. എറണാകുളം പൂക്കാട്ടുപടി തേവക്കൽ സെന്റ് മാർട്ടിൻ പള്ളിയാണ് ഇങ്ങനെ മാതൃകയായത്. ചില്ലറയില്ലാത്തത് മൂലം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോലും ഇടവക അംഗങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് പള്ളി വികാരി ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജിമ്മി പൂച്ചക്കാടിന്റെ അറിയിപ്പ് കേട്ട വിശ്വാസികൾ ആദ്യമൊന്നും ഞെട്ടി. പള്ളിക്കകത്തെ 2 നേർച്ചപ്പെട്ടികളും തുറന്നിടുകയാണെന്നും ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് പണമെടുക്കാമെന്നുമായിരുന്നു അറിയിപ്പ്. പണം ലഭിക്കുമ്പോൾ മടക്കി നൽകിയാൽ മതി. ചില്ലറക്ഷാമം മൂലം വലഞ്ഞ നാട്ടുകാർക്ക് വലിയ ആശ്വാസമായിരുന്നു ആ പ്രഖ്യാപനം. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പൈസയുടെ ഇത്രയും ബുദ്ധിമുട്ടുന്ന സമയത്ത് തേവൽക്കപ്പള്ളിയിലെ വികാരിച്ചൻ കുർബാന കഴിഞ്ഞ സമയത്ത് ആ കാണിക്കപ്പെട്ടി ഓപ്പണാക്കി വെച്ചിട്ടും പറഞ്ഞ് ആ പൈസ ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് പോക്കലാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു ഭയങ്കര ഒരു നല്ലൊരു കാഴ്ചപ്പാടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വൈകുന്നേരമായതോടെ ഭണ്ഡാരത്തിലെ പണമൊക്കെ തീർന്നു. നിരോധിച്ച ഏതാനും 500 രൂപ നോട്ടുകൾ മാത്രം ബാക്കിയായി. അതിനകത്ത് കണക്കും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. എത്ര ക്യാഷ് ഉണ്ടായിരുന്നോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ആവശ്യക്കാരോട് നിറച്ചുപെട്ടിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അവർക്ക് എന്നാ കഴിയുന്ന ആ രീതിയിൽ തിരിച്ചിടാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. നാട്ടുകാർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാനായതിന്റെ സന്തോഷത്തിലാണ് പള്ളി അധികാരികൾ. വലിയ സമ്പത്ത് ഭണ്ഡാരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് ആരാധനാലയങ്ങളും ഇത് മാതൃകയാക്കും എന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നാളെ മുതൽ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചതെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി അധ്യക്ഷൻ ടി നസറുദ്ദീൻ അറിയിച്ചു. നികുതി അടയ്ക്കുന്നതിന് സർക്കാർ ഇളവ് പ്രഖ്യാപിക്കുകയും ഇതിനായി സമയം നീട്ടി നൽകുകയും ചെയ്തിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ മേഖല വീണ്ടും സമരത്തിലേക്ക്. അടുത്ത മാസം 16 മുതൽ സിനിമാ നിർമ്മാണവും വിതരണവും നിർത്തിവെക്കാൻ കൊച്ചിയിൽ ചേർന്ന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗം തീരുമാനിച്ചു. തിയേറ്റർ വിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സമരത്തിലേക്ക് നീങ്ങാൻ കാരണം. തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഡിസംബർ 16 മുതൽ മലയാളമടക്കം എല്ലാ ഭാഷാ ചിത്രങ്ങളും പ്രദർശനത്തിന് എത്തിക്കേണ്ടതില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും തീരുമാനിച്ചത്. ചിത്രീകരണം നടക്കുന്നവ വേഗത്തിൽ പൂർത്തിയാക്കി അടുത്ത മാസം 16 മുതൽ ചിത്രീകരണം നിർത്തിവെക്കുമെന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കർ പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ 60 ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്ക് 55 എന്നുള്ള റേഷ്യോ വെച്ചിട്ടാണ് AC തിയേറ്റേഴ്സിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് 50 ഫോർ ദി ഫസ്റ്റ് വീക്ക്, 40% ഫോർ ദി സെക്കൻഡ് വീക്ക്. ഒരു സിനിമാ തിയേറ്ററിൽ എന്ത് കളക്ഷൻ വരുന്നു, അതായത് ഒരു തിയേറ്ററിൽ 1000 രൂപയാണ് കളക്ഷനെങ്കിൽ 1000 രൂപ ഹോൾഡ് ഓവറാണ്. അതൊരിക്കലും ഒരു പ്രാകൃതമായ ഒരു നടപടിയാണ്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എതിർക്കുന്ന ഈ ടിക്കറ്റിംഗ് സംവിധാനം മുഴുവൻ തിയേറ്ററുകളിലും വേഗത്തിൽ നടപ്പാക്കണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജി സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ മേഖല വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ക്രിസ്മസ് ചിത്രങ്ങളെ അത് സാരമായി ബാധിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 500,000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിലൂടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ ഒരുമിച്ചു നിന്ന് നേരിടണമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ. കേരളത്തിന്റെ അവസ്ഥ കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കാൻ സംസ്ഥാനത്തെ MPമാരോട്
കത്ത് മുഖേന ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയിൽ കള്ളപ്പണമുണ്ടെന്ന് പറഞ്ഞ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ ലക്ഷ്യം വെക്കുന്നത് ആരായാലും അത് നല്ലതല്ലെന്നും മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. 63ാം അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങളെ തുറന്നുകാട്ടുകയായിരുന്നു. കേരളത്തിലെ എല്ലാ MPമാരോടും സംസ്ഥാനത്തെ ജനങ്ങളുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ കേന്ദ്ര സർക്കാരിനോട് ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണോ നിങ്ങളും ഞാനും ഉൾപ്പെടെ ഈ കേരളീയ സമൂഹം? കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ ഇല്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ രാജ്യത്ത് കള്ളപ്പണ നിക്ഷേപത്തെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ നല്ല പോലെയുണ്ട്. ആ കള്ളപ്പണം പിടിച്ചെടുത്ത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ആർക്കും ഇല്ല. പക്ഷെ ഇത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ സഹകരണ മേഖല കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. കൃത്യമായ കണക്ക് പറയുന്നു 30,000 കോടി രൂപയുടെ കള്ളപ്പണമുണ്ട്. അതിന്റെ മറവിൽ കൂടി ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്ക് പുറമെ അനാവശ്യമായ ഒരു വിവാദമുണ്ടാക്കി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ ലക്ഷ്യം വെക്കുന്നത് ആരായാലും നല്ലതല്ല എന്നാണ് കേരളത്തിലെ സഹകരണ മേഖല പറയുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന് സഹകരണ പ്രസ്ഥാനത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശമില്ലെന്ന് ചടങ്ങിൽ സംസാരിച്ച O രാജഗോപാൽ MLA വ്യക്തമാക്കി. നിലവിലെ പ്രശ്നങ്ങൾക്ക് വ്യവസ്ഥാപിത സംവിധാനം ഉപയോഗിച്ച പരിഹാരം കാണണമെന്നും O രാജഗോപാൽ പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. ആ പ്രഖ്യാപനം ഇന്ന് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. സഹകരണ മേഖലയെയും വളരെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. 500ഉം 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിക്കുക വഴി, അതിന് പകരം നോട്ടുകൾ എത്താതിരിക്കുക വഴി നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സമ്പൂർണമായ ഒരു നിശ്ചലാവസ്ഥ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തികമായ ഒരു നിശ്ചലാവസ്ഥ എല്ലാ രംഗത്തും നമുക്ക് കാണാൻ കഴിയും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ B. ജോയി MLA, VS ശിവകുമാർ MLA, കോലിയക്കോട് കൃഷ്ണൻ നായർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് SNDP-യിൽ കൂട്ടരാജി. ചെങ്ങന്നൂർ യൂണിയൻ പ്രസിഡന്റും ഭാരവാഹികളും രാജിവെച്ചു. ഷാജഹാൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഷാജി, വിവരങ്ങൾ. ചെങ്ങന്നൂർ SNDP യൂണിയൻ ഭാരവാഹികളാണ് രാജിവെച്ചിരിക്കുന്നത്. 8 പേരാണ് രാജിക്കത്ത് ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകളൊക്കെ തന്നെ ചെങ്ങന്നൂർ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SNDP സ്വീകരിച്ച നിലപാടിനെതിരെയും നേരത്തെ മുതൽ തന്നെ ചെങ്ങന്നൂർ യൂണിയനിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ചെങ്ങന്നൂർ യൂണിയൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള 8 പേരാണ് രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും യോഗ നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെയാണ് തങ്ങൾ രാജിവെക്കുന്നെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് യോഗ നേതൃത്വത്തിന്റെ നിലപാടിനനുസരിച്ചിട്ടാണ് ഇവർ നിലപാടുകൾ സ്വീകരിച്ചതെങ്കിൽ പോലും ചില സമയത്തൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജനറൽ സെക്രട്ടറിക്ക് യൂണിയൻ ഭാരവാഹികൾ രാജിക്കത്ത് നൽകിയിരിക്കുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ സക്കീർ ഹുസൈന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ഹാജരായ ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. തട്ടിക്കൊണ്ടുപോകൽ കുറ്റം നിലനിൽക്കില്ലെന്ന വാദം മജിസ്ട്രേറ്റ് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കീഴടങ്ങിയാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി 4 മണിക്ക് മുമ്പ് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കണമെന്നും ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് വേണ്ടി കാസർഗോഡ് പെരിയയിൽ ഒഴിപ്പിക്കപ്പെട്ട 16 ദളിത് കുടുംബങ്ങൾ തൊഴിലിനായി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം തുടങ്ങി. സർവകലാശാലയിലെ താൽക്കാലിക ഒഴിവുകളിൽ ഈ കുടുംബങ്ങളിലെ ഒരാൾക്കെങ്കിലും തൊഴിലവസരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. 2 തവണ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാക്കൾ നടത്തിയ പ്രതിഷേധത്തിന്റെ തുടർച്ചയായാണ് സത്യാഗ്രഹ സമരം. പരമ്പരാഗതമായി 1.5 നൂറ്റാണ്ടിലേറെ കാലം താമസിച്ചു വന്നിരുന്ന മണ്ണും അതിലെ അനുഭവങ്ങളും കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് വേണ്ടി പെരിയ മാളത്തുംപാറ കോളനിയിലെ 16 കുടുംബങ്ങൾ കൈമാറുമ്പോൾ അതിൽ ഒരു ഉറപ്പ് സർവകലാശാലയിലെ ഒഴിവുകളിൽ ഈ കുടുംബങ്ങളിലെ ഒരാളെയെങ്കിലും പരിഗണിക്കുമെന്നായിരുന്നു. ഇവർ ഈ ഭൂമി കൈമാറുമ്പോൾ നൽകിയ സമ്മതപത്രത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് പലതവണ നടന്ന ചർച്ചകളിലും തീരുമാനമെടുക്കാതെ സർവകലാശാല അധികൃതർ തൊഴിലവസര വാഗ്ദാനം തുടർന്നു.
തൂപ്പുജോലി, അറ്റൻഡർ തസ്തികകളിൽ ഉൾപ്പെടെ 180-ലേറെ താൽക്കാലിക ഒഴിവുകളിൽ കരാർ ഏജൻസികൾ മുഖേന നിയമനം നടത്തിയിട്ടും ഈ പാവങ്ങളെ അതിൽ ഉൾപ്പെടുത്താൻ സർവകലാശാല തയ്യാറായില്ല. സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം ഏറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പകരം സ്ഥലവും വീടും, വെള്ളം, വൈദ്യുതി എന്നിവ. എന്നാൽ റോഡിന്റെ നിർമ്മാണം ബാക്കി നിൽക്കുന്നു. ജോലിക്ക് വേണ്ടി 2 തവണ യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയെങ്കിലും അധികൃതർ വഴങ്ങിയില്ല. ഗത്യന്തരമില്ലാതെയാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. സമരസമിതി കൺവീനർ സന്ദീപ് 2012 മുതൽ യൂണിവേഴ്സിറ്റിയോട് ഈ ജോലിയുടെ കാര്യം ആവശ്യപ്പെടുന്നതും ഒരേ ഒരു സമ്മതപത്രം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതും യൂണിവേഴ്സിറ്റി എഴുതി തയ്യാറാക്കി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തതാണ്. അതിനകത്ത് വരെ ഞങ്ങൾ പറയുന്നത് ജോലിക്കുള്ള പരിഗണനയാണ്. അവരൊന്നുമില്ല. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയ ഡിമാൻഡാണ്. അതുകൊണ്ട് ഇത് പരിഗണിക്കാൻ പറ്റില്ല. മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ 5 വർഷം ഞങ്ങളെ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. കലക്ടറും വൈസ് ചാൻസലറും പങ്കെടുത്ത ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് വെള്ളിയാഴ്ച മുതലാണ് നിരാഹാര സമരം തുടങ്ങിയത്. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കുടുംബാംഗങ്ങളും നാട്ടുകാരും സമരപന്തലിൽ എത്തുന്നുണ്ട്. ഒഴിപ്പിക്കപ്പെട്ട 16 കുടുംബങ്ങളിൽ 13 ദളിത് വിഭാഗക്കാരാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.